എനിക്കിവിടെ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ സ്റ്റേജിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിൽ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഇവിടെ ഇരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടോയെന്ന് എനിക്ക് തോന്നിപ്പോയത്. അത് വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾ മാത്രമല്ല, ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ അവരുടെ സേവനം കൊണ്ട് ഇത്രയും വലിയ വലിയ പൊസിഷൻസിലെത്തുകയും ഇത്രയും സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ ഇവിടെ ഇങ്ങനെ സ്റ്റേജിലിരിക്കും. ഐ ഫീൽ ലൈക്ക് ഐ എം എ മച്ച് ലിറ്റിൽ പേഴ്സൺ ആൻഡ് ഐ ഹവ് അച്ചീവ്ഡ് മച്ച് ലെസർ ഇൻ മൈ ലൈഫ് കമ്പയർഡ് ടു വാട്ട് യു ഓൾ ഡു. കൈരൽ ടി വിനോട് ആദ്യം ഒരുപാട് നന്ദി. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ ഇവിടെ കണ്ടക്ട് ചെയ്തതിൽ, അതിൻ്റെ ചെറിയൊരു ഭാഗമായി ഇവിടെ എന്നെ വിളിച്ചതിൽ ഒരുപാട് പേഴ്സണലി ഹ്യൂജ് എമൗണ്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ എനിക്കിത് സത്യം പറഞ്ഞാൽ IMA ഹൗസിൽ ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് ഒരു ഫുൾ സർക്കിൾ ആയ പോലെയാണ് തോന്നുന്നത്. ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഓഡിയോ ലോഞ്ചിന് ഞാനിവിടെ വന്നു. അന്ന് ഞാൻ ആങ്കറാണ്. എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി പാളി, എൻ്റെ മുട്ടൊക്കെ വിറച്ച്. കാരണം മമ്മൂക്ക വരുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. മമ്മൂക്ക ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ എൻ്റെ ഫുൾ കിളിയും പോയി, ഒബ്വിയസ്ലി ആസ് യു നോ. അപ്പോൾ ഞാനിങ്ങനെ, എനിക്ക് അന്ന് പനമ്പിളി നഗർ എവിടെയാണെന്നോ മമ്മൂക്കയുടെ വീട് എവിടെയാണെന്നോ IMA ഹാൾ എവിടെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് ഇത്രയും സമയം മാറ്റി വെച്ച് ഞങ്ങളുടെ പരിപാടിക്ക് വന്ന നന്ദി എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റ സെക്കൻഡിൽ തന്നെ എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താന്നൊക്കെ പറഞ്ഞ് to break a barrier and bring somebody closer. എന്നിട്ട് അന്ന് ആ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് പിന്നീട് മമ്മൂക്കയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാനും ഇന്ന് ഇതുപോലത്തെ ഒരു വേദിയിൽ വന്നിരിക്കാനും സാധിച്ചതിൽ ദൈവത്തിനോട് ഒരുപാട് നന്ദി. ആൻഡ് ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് മമ്മൂക്ക ഫോർ ദ നാഷണൽ അവാർഡ്, ഫോർ ദ പത്മഭൂഷൺ ആൻഡ് മെനി മോർ അക്കലേറ്റ്സ് ദാറ്റ്സ് ഗോണ കം യുവർ വേ. പക്ഷേ ഇന്നത്തെ ദിവസം ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ ഫീൽഡിന് വേണ്ടി സ്വന്തം ജീവിതവും സമയവും എല്ലാം മാറ്റിവെച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ്. പേഴ്സണലി ഓൺ എ പേഷ്യൻ്റ് ലെവൽ, കാരണം ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലാകുന്ന ഒരാളാണ് ഞാനൊരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്ത് ലാസ്റ്റ് മിനിറ്റ് ബാക്ക് ഔട്ട് ചെയ്ത ഒരാളാണ്. ബിക്കോസ് ഐ പേഴ്സണലി ഫെൽറ്റ് ഐ ക്യാൻ നെവർ ബി എ ഗ്രേറ്റ് ഡോക്ടർ. ബിക്കോസ് എനിക്ക് ഇത്രയും സെൽഫ്ലെസ് ആയി വർക്ക് ചെയ്യാൻ എനിക്ക് പ്രോബബ്ലി പറ്റില്ല. പലരും പറയും 5 വർഷം MBBS പഠിച്ചാൽ മതി, പിന്നെ MD, പിന്നെ DM, പിന്നെ ഇത്. It's a lifelong journey of collecting knowledge, of studying, and for working for others, without really thinking about working. മണിക്കൂറുകളോളം നിന്ന് പേഷ്യൻസിന് വേണ്ടി വർക്ക് ചെയ്യും. ഇപ്പോൾ ലുലു മാം, ഡോക്ടർ ലുലു ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, പാലിയേറ്റീവ് മെഡിസിൻ, എസ്പെഷ്യലി പീഡിയാട്രിക് പാലിയേറ്റീവ് എന്ന് പറയുന്ന അത്രയും വേദനയിലൂടെ കടന്നു പോകുന്ന കുഞ്ഞു പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നും ഇത്രയും പോസിറ്റീവ് എനർജി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഹൗ മച്ച് ഓഫ് സെൽഫ്ലെസ്നെസ് ഇസ് ഇൻസൈഡ് ഹെർ ദാറ്റ് ഷീ ഈസ് ഏബിൾ ടു റേഡിയേറ്റ് ദാറ്റ് ഓറ ടു ഹെർ പേഷ്യൻസ്, റൈറ്റ്? സോ താങ്ക് യു സോ മച്ച് മാം, ആൻഡ് ടു ഡോക്ടർ ജയകുമാർ സർ. To see your achievements, it's so huge, and special thanks to the jury for understanding these achievements and to honor them here today. ഒരുപാട് നന്ദി. ഇന്ന് എന്നെ ഇവിടെ വിളിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങൾ തരുന്ന ഈ ഒരു സർവീസിന് ഒരുപാട് നന്ദി. എന്നും ഈ മുഖങ്ങൾ എൻ്റെ മനസ്സിലുണ്ടാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.